Discern a computer cross-patch. It is a word puzzle. നമ്മൾ മുമ്പേ ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ പസിലാണ് അല്ലേ? അതായത് നമ്മൾ ഈ പസിലാണ്, അവിടെ ഓരോ ക്ലൂ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പസിൽ കംപ്ലീറ്റ് ചെയ്യണം. It is about a computer. So we call it a computer cross-patch. ഇതെന്താണ്? കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കുറെ സൂചനകളാണ് അല്ലേ? കമ്പ്യൂട്ടറിന്റെ ഓരോ പാർട്സിനെ കുറിച്ചുള്ള ഓരോ ക്ലൂസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നോക്കാം നമുക്കല്ലേ. A computer cross-patch. How much do you know about computers? You know a lot of if you can fill this cross-patch all by yourself. Okay, നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് അല്ലേ? നമുക്ക് നോക്കാം. How much do you know about computers? നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? You know a lot if you can fill this. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? How much do you know about computer? നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്നുള്ളത് നമുക്ക് നോക്കാം. Then first അല്ലേ, അക്രോസ് ആണ് ആദ്യമുള്ളത് അല്ലേ? അക്രോസ് നേരെ എഴുതേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് അക്രോസ് നമ്പർ 3 ആണ് ഫസ്റ്റ് നമ്പർ അല്ലേ? 3 അക്രോസ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത് ഏതാണ് എന്നാണ്. അതിന്റെ ക്ലൂ തന്നിട്ടുള്ളത് ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. വാട്ട് വി കോൾ ദ ഫിസിക്കൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ എന്താണ് എന്ന് നോക്കാം അല്ലേ? എന്താണ് മോനെ ആദിദേവ്? വാട്ട് ഈസ് എ ഫിസിക്കൽ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ? Yeah, hardware. Hardware is the physical parts of a computer. കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്സിനെയാണ് എന്ത് പറയാ? അതിന്റെ ഹാർഡ്വെയർ എന്ന് പറയാ. ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഹാർഡ്വെയർ H എഴുതുക. ഹാർഡ്വെയർ H. 3 അക്രോസ് ആണ് കേട്ടോ ഫില്ല് ചെയ്യേണ്ടത്. 3 അക്രോസ്, 3 നേരെ. അല്ല കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയോ? ഹാർഡ്വെയർ HAR എവിടെ തന്നിട്ടുണ്ട്? HARDWARE അവിടെ കൊടുത്തിട്ടുണ്ട്. HARDWARE hardware. The physical parts of a computer is called hardware. HARDWARE hardware. എഴുതിയോ? ഹാർഡ്വെയർ. സോ അപ്പൊ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്ടിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയാ. ഹാർഡ്വെയർ ഈസ് ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ആൻഡ് 6th, അതായത് 6 ആണ് അക്രോസ് നമ്പർ 6. എ പോർട്ടബിൾ കമ്പ്യൂട്ടർ. വാട്ട് വി കോൾഡ് എ പോർട്ടബിൾ കമ്പ്യൂട്ടർ? പോർട്ടബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ എന്താണ് പറയാ? എന്താണ് ശ്രീദേവ്? ലാപ്ടോപ്പ്. യെസ്, ലാപ്ടോപ്പ്. 6 അക്രോസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ലാപ്ടോപ്പ് LAPTOP ലാപ്ടോപ്പ്. പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആണല്ലേ ലാപ്ടോപ്പ്. അതായത് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആണ് ലാപ്ടോപ്പ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലേ? ലാപ്ടോപ്പ്. എ പോർട്ടബിൾ കമ്പ്യൂട്ടർ. ലാപ്ടോപ്പ് ഇസ് എ പോർട്ടബിൾ കമ്പ്യൂട്ടർ. Then 7 across 7. A blinking line on the computer screen. കമ്പ്യൂട്ടർ സ്ക്രീനിൽ എപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലേ? എന്താണ് കൃപ? ബ്ലിങ്കിങ് ലൈൻ. കഴ്സർ. യെസ്, കഴ്സർ. CURSOR കഴ്സർ. സെറ എഴുതുന്നില്ലേ മോളെ? സെറ ആദ്യത്തെ 2 ഫില്ല് ചെയ്തില്ലേ മോളെ? സെറ ചെയ്തോ? യെസ്, ഫസ്റ്റ് വൺ നമ്മള് ഹാർഡ്വെയർ HARDWARE ഹാർഡ്വെയർ. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് എ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഈസ് ഓക്കെ മോളെ സെറ.
Portable computer is laptop. Laptop. Then 7th, a blinking line on the computer screen. Computer screen എപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടല്ലേ ഒരു ലൈൻ ഇങ്ങനെ എന്ത് ബ്ലിങ്ക് ചെയ്തോണ്ടുണ്ട്. അതിനെ എന്ത് നമ്മൾ പറയും? കഴ്സർ. കഴ്സർ. CURSOR. കഴ്സർ. CURSOR. Then 9th, a collection of computer programs used to run the computer. എന്താണ് അശ്വിൻ? Portable. A collection of computer program used to run the computer. ഏതാണ് മോനെ? Portable. പോർട്ടബിൾ. അതവിടെ എങ്ങനെയാ മാച്ച് ചെയ്യാ മോനെ? പോർട്ടബിൾ ഇവിടെ മാച്ച് ആവും ചിലപ്പോ, പക്ഷെ എന്താണ് പോർട്ടബിൾ എന്നുള്ളതിന്റെ മീനിങ് എന്താണ് മോനെ അശ്വിൻ? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എ കളക്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ ഒരു കളക്ഷൻ ആണ്. എന്തിന്? കമ്പ്യൂട്ടർ റൺ ചെയ്യണമെങ്കിൽ ഇത് വേണം അല്ലേ? കമ്പ്യൂട്ടർ റൺ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ ഈ ഒരു കളക്ഷൻ വേണം. അതിനെ എന്താണ് പറയാ എന്നുള്ളതാണ്. എന്താണ് മോളെ ഫാത്തിമ? Software. യെസ്, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കേട്ടിട്ടുണ്ടോ അശ്വിൻ? ഹാർഡ്വെയർ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്സിനെയാണ് എന്ത് പറയാ? ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് അല്ലെ? കമ്പ്യൂട്ടർ റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോഫ്റ്റ്വെയർ വേണം അല്ലെ? കമ്പ്യൂട്ടർ പ്രോഗ്രാം കളക്ഷൻ, കുറെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ കളക്ഷൻ ആണ് സോഫ്റ്റ്വെയർ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൺ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം. അല്ല, എന്താണ് മോളെ വീഡിയോ? മുഹമ്മദ് ഷംവീൽ എന്താണ് മോളെ? ആൻ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ആൻ റോസ്. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ആൻ കട്ടായി. ഓക്കെ, ദെൻ എഴുതിയല്ലോ. 9th one, a collection of computer program used to run the computer is software. 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 ഓക്കെ, സോഫ്റ്റ്വെയർ. അപ്പോ തേർഡ് അക്രോസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹാർഡ്വെയർ. ദെൻ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഈസ് laptop. Third, a blinking line on the computer screen is cursor. And then 9, a collection of computer program used to run the computer is software. Okay, software. Christy എഴുതിയോ മോനെ? ക്രിസ്റ്റി? യെസ്. ആദിദേവ്, സൂര്യദേവ് ചെയ്യുന്നില്ലേ? എഴുതിയോ? ഫിനിഷ് ചെയ്തോ? ഓക്കെ, ദെൻ ഡൗൺവേർഡ്. നമുക്കിനി ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? താഴോട്ടുള്ള കോളംസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നോക്കാം. an output device. ഒന്ന്, an output device. ഒരു ഔട്ട്പുട്ട് ഡിവൈസിന്റെ പേരാണ് എഴുതേണ്ടത്. R. രണ്ട് R അവിടെ തന്നിട്ടുണ്ട് അല്ലേ? 2 R അവിടെ ഉണ്ട്. 1 എന്നുള്ളത് താഴേക്ക് 2 R ഉണ്ട്. എന്താണ്? ഓക്കെ, ഷെഫി എന്താണ് ഷെഫി? Printer. യെസ്, പ്രിന്റർ. an ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ? കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ചെയ്യാനാണ് പ്രിന്റർ യൂസ് ചെയ്യുന്നത് അല്ലേ? സോ ദാറ്റ് ഇസ് കോൾഡ് an ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനല്ല, മറിച്ച് എന്ത് കമ്പ്യൂട്ടറിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രിന്റർ. സോ അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. PRINTER.
printer. P-R-I-N-T-E-R, printer. P-R-I-N-T-E-R, printer. Then നോക്കാം, a data input device. ഡാറ്റ ഇൻപുട്ട് ഡിവൈസ്, ഡാറ്റകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുക? ഏതാണ് ദേവാഞ്ജന? യെസ്, കീബോർഡ്. കീബോർഡ്. K-E-Y-B-O-A-R-D. K-E-Y-B-O-A-R-D, keyboard. K-E-Y-B-O-A-R-D, keyboard. A data input device. Then next, fourth, downward, fourth. A data storage device. കമ്പ്യൂട്ടറിൽ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഏതാണ്? ഒരു ഡിസ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് എഫിലാണ്. പി ഉണ്ട്, ലാസ്റ്റ് നമ്പറിന്, ലാസ്റ്റ് ലെറ്ററിന് തൊട്ട് മുമ്പ് എന്തുണ്ട്? പി ഉണ്ട്. ദെൻ നോക്കാം ഏതാണ്, ആർക്കെങ്കിലും അറിയോ? കമ്പ്യൂട്ടറിൽ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അത്. ഏതാണ് അശ്വിൻ? യെസ്, ഫ്ലോപ്പി. ഫ്ലോപ്പി. Floppy disk used to store the data of computer. F-L-O-P-P-Y, floppy. F-L-O-P-P-Y, floppy. It is used to store the data of the computer. And അപ്പോ ഫസ്റ്റ് ഡൗൺവേർഡിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ട് ഡിവൈസ് പ്രിന്റർ, ദെൻ ഇൻപുട്ട് ഡിവൈസ് കീബോർഡ്, ദെൻ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ഫ്ലോപ്പി. ദെൻ ഫിഫ്ത്ത്, ഇറ്റ് ഈസ് സിമിലർ ടു എ ടി വി സ്ക്രീൻ. ഒരു ടി വി സ്ക്രീൻ പോലെയുള്ള സ്ക്രീൻ. ഇറ്റ് ഈസ് സിമിലർ ടു എ ടി വി സ്ക്രീൻ. ഏതാണ് ആദിദേവ്? മോണിറ്റർ. യെസ്, മോണിറ്റർ. മോണിറ്റർ എന്താണ്? കാണുമ്പോൾ ഒരു ടി വി സ്ക്രീൻ പോലെ തന്നെയാണ് അല്ലേ? മോണിറ്റർ, കമ്പ്യൂട്ടർ മോണിറ്റർ. മോണിറ്റർ, M-O-N-I-T-E-R. Monitor. Then sixth, a device used to move the small arrow on the screen. സ്ക്രീനിലുള്ള സ്മോൾ ആരോ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഏതാണ് ക്രിസ്റ്റി? മൗസ്. മൗസ്. എല്ലാവരോടും ചോദിക്കാൻ വേണ്ടി പറ്റാത്തോണ്ടാണ് കേട്ടോ. അപ്പൊ മൗസ് ആണ് അല്ലേ? നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ആ സ്മോൾ ഇത് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ മൗസ് ആണ്. സോ MOUSE, മൗസ്. അപ്പൊ നമുക്ക് നോക്കാം ഒന്നുകൂടെ. അക്രോസ് third one, the physical parts of a computer is hardware. 6, a portable computer is laptop. 7th, a blinking line on the computer screen is എന്താണ്? cursor. Then a collection of computer programs used to run the computer is ഏതാണ്? software. And downward, an output device is printer, an input device is keyboard, a data storage device is floppy, then it is similar to a TV screen is monitor,
A device used to move the small arrow on the screen is mouse. Okay. അപ്പോ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, ഇൻപുട്ട് ഡിവൈസ് ഏതാണ് എന്നൊക്കെ എന്താണ് ഈ പസിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഇന്ന് ചെയ്യേണ്ട കാര്യം നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യണം, എ കമ്പ്യൂട്ടർ ക്രോസ് പാച്ച് എന്ന് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് കൊടുത്താലും മതി. ദെൻ എ കമ്പ്യൂട്ടർ ക്രോസ് പാച്ച് എന്ന് കൊടുത്തിട്ട് ക്രോസ് പാച്ച് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതില്ല, ഈ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അതായത് നമ്പേഴ്സോ അക്രോസോ ഡൗൺവേർഡ് അതൊന്നും വേണ്ട, എ കമ്പ്യൂട്ടർ ക്രോസ് പാച്ച് എന്ന് എഴുതുക. ദെൻ താഴെ ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഹാർഡ്വെയർ, അല്ലെങ്കിൽ ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നിട്ട് ഒരു ഹൈഫൺ ഇടുക, ഹാർഡ്വെയർ. ദെൻ എ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഈസ് ലാപ്ടോപ്പ്. അങ്ങനെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. എന്താണ് അശ്വിൻ? വായിക്കണം. എന്താണ് അയച്ചു തരണമെന്നാണോ? നമ്മുടെ കമ്പ്യൂട്ടർ ക്രോസ് പാച്ച് ഫിനിഷ് ആയി അല്ലേ. ദെൻ ടേക്ക് യുവർ നെക്സ്റ്റ് പേജ് 206. അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ read the clues and write the names of the countries. Choose from the box. ഇവിടെ കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ രാജ്യത്തിനെ കുറിച്ചും ഓരോരോ ക്ലൂ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റീഡ് ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കൺട്രീസ്. അവിടെ ബോക്സിൽ കുറെ രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കൂടാതെ താഴെ ഒരു എന്താണ് 15 ക്ലൂസും കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കൺട്രീനെ കുറിച്ചുള്ള ഓരോ ക്ലൂ ആണ്. ആ ക്ലൂ വായിച്ചിട്ട് നമ്മൾ അത് ഏത് കൺട്രി ആണ് എന്ന് ഫൗണ്ട് ചെയ്യാണ് വേണ്ടത്. സോ നോക്കാം നമുക്ക് അല്ലേ. അവിടെ കുറെ കൺട്രി നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ ആ കൺട്രി നെയിം ഒക്കെ ഒന്ന് വായിച്ചേ മോനെ. ഷംവീൽ സ്പെയിൻ, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കെന്യ, ചൈന, സ്വിറ്റ്സർലാൻഡ്, അർജന്റീന, സൗത്ത് ആഫ്രിക്ക, കൂബ, USA, ജപ്പാൻ, ഇറ്റലി, ശ്രീലങ്ക. സ്പെയിൻ, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കെന്യ, ചൈന, സ്വിറ്റ്സർലാൻഡ്, അർജന്റീന, സൗത്ത് ആഫ്രിക്ക, ക്യൂബ, USA, Japan, Italy and Sri Lanka. These are country names, different country names. And താഴെ എന്തുണ്ട്, ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് അല്ലെ, കുറെ ക്ലൂസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ ഇത് ഏതൊക്കെ കൺട്രി ആണ് എന്നാണ് എഴുതേണ്ടത്. സോ നോക്കാം നമുക്ക് അല്ലേ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഫസ്റ്റ് ക്ലൂ നമുക്ക് വായിച്ചു നോക്കാം. ബെർലിൻ വാൾ, കൊളാങ് കത്തീഡ്രൽ ആൻഡ് ഫ്രാങ്ക്ഫർട്ട്. ഇതെന്താണ്? ഇത് ഓക്കെ അൽന. ജർമ്മനി. യെസ്, ജർമ്മനിയാണ് എന്ത് അതിന്റെ ആൻസർ. ജർമ്മനിയാണ് അതിന്റെ ആൻസർ. അപ്പോൾ ഈ ബെർലിൻ വാൾ, കൊളാങ് കത്തീഡ്രൽ ആൻഡ് ഫ്രാങ്ക്ഫർട്ട് ഇതൊക്കെ എവിടെയാണ് എന്നാണ്. അപ്പൊ ഇത് ജർമ്മനിയിലുള്ള പ്ലേസ് ആണ്. സോ അതുകൊണ്ട് ഇത് ജർമ്മനിയാണ്. അതുപോലെ ആ ക്ലൂ വായിച്ചു നോക്കിയിട്ട് അത് ഏത് കൺട്രി ആണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ആ ക്ലൂ വായിച്ചു നോക്കുക. ദെൻ അത് ഏത് കൺട്രി ആണെന്നുള്ളത്
എന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് ഇത് മുഴുവൻ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരണം. ദെൻ ഈസി ആണല്ലേ, ഇത് ഓരോന്നും ഏത് രാജ്യത്താണ്, ചിലപ്പോൾ ആ കൺട്രിയിലുള്ള പ്ലേസിന്റെ നെയിം ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഫേമസ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും നെയിം ആയിരിക്കും. അപ്പോൾ അത് നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അത് ഏത് ആണ് എന്നുള്ളത്. അപ്പൊ ഇപ്പോൾ ഫസ്റ്റ് ഇത് ജർമ്മനിയാണ്, ജർമ്മനി അവിടെ എഴുതി വെക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ചിലപ്പോൾ എന്താണ്, ഇതേപോലെ പ്ലേസിന്റെ നെയിം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ പേരുകളായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫേമസ് മൊണ്യൂമെന്റിന്റെ പേരുകളായിരിക്കും. നമ്മൾ പഠിച്ച മൊണ്യൂമെന്റ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ മുമ്പ് മൊണ്യൂമെന്റ്സിന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ചിലപ്പോൾ അവിടുത്തെ ഫേമസ് പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൊണ്യൂമെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ആയിരിക്കാം. അങ്ങനെ ആ കൺട്രി ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിന്റെ പേരായിരിക്കും അവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചു നോക്കിയിട്ട് മുഴുവൻ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എഴുതിയിട്ട് വരിക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Then 207. നമുക്ക് കുറേ ഉണ്ട് കേട്ടോ GK തീരാൻ വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് സ്പീഡാക്കണം. പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ആണത്. ദെൻ എല്ലാവരും പ്രോപ്പറായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെയ്തിട്ട് വരിക. ദെൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഏത് രാജ്യമാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ദെൻ റീഡിംഗ് റൂം 207 നോക്കാം. Choose from the box and write the names of the books written by these great authors. Then നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, മിസ്സിന്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരിക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അത് ഇന്ന് തന്നെ ചെയ്തിട്ട് വാട്സപ്പിൽ തന്നെ സെൻഡ് ചെയ്ത് തരിക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പൊ തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നത് പറഞ്ഞു പോവാം. അല്ലാതെ എഴുതാതെ കുറച്ച് ആൾക്കാർ എഴുതി കുറച്ച് ആൾക്കാർ എഴുതിയില്ല എന്നാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസ് മുഴുവൻ ആദ്യം അത് വീണ്ടും പറയേണ്ടി വരും. അതുകൊണ്ട് അത് ചെയ്തിട്ട് എല്ലാവരും വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരിക. നിങ്ങൾ അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാലോ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതാണെന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു പോയാൽ മതിയല്ലോ പെട്ടെന്ന്. ഓക്കെ, ദെൻ റീഡിംഗ് റൂം നോക്കാം. Choose from the box and write the names of the books written by these great authors. ഇവിടെ എന്തുണ്ട്, കുറെ ബുക്കുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള കുറെ എഴുത്തുകാര്, ഓതേഴ്സ് ചെയ്തിട്ടുള്ള കുറെ പുസ്തകങ്ങളുടെ പേരുകളാണ് എവിടെയുള്ളത്, ഈ ബോക്സിലുള്ളത്. അപ്പൊ അത് ഏതൊക്കെ ഓതേഴ്സ് എഴുതിയതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നോക്കാം, അവിടെ ബോക്സിൽ കുറെ പേരുകളുണ്ട്. ഏതൊക്കെയാണ് മോളെ അലിന, അതൊന്ന് വായിച്ചേ. ശകുന്തള, The Discovery of India, Sunny Days, A Tale of Two Cities, My Experiments with Truth, Gordon, The Origin of Spices, The Lord of the Rings, Gitanjali, Ramayana, Romeo and Juliet, The God of Small Things, Who Moved My Cheese, Mahabharata, War and Peace. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഓരോ ബുക്സിന്റെ പേരുകളാണ് അല്ലേ. ഇത് എഴുതിയിട്ടുള്ളത് ഏത് ഫേമസ് ഓതർ ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. താഴെ കുറെ ഓതേഴ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നോക്കാം. ശകുന്തള, The Discovery of India, Sunny Days, A Tale of Two Cities, My Experiments with Truth, Gordon, The Origin of Species, The Lord of the Rings, Gitanjali, Ramayana, Romeo and Juliet, The God of Small Things, Who Moved My Cheese, Mahabharata, War and Peace. ഇതൊക്കെ എന്താണ്, ഫേമസ് ആയിട്ടുള്ള ഓരോ ബുക്സ് ആണ്. താഴെ എന്തുണ്ട്, കുറെ ഓതേഴ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഓതേഴ്സിന്റെ പേരാണത് സൂര്യദേവ്? ആ ഓതേഴ്സിന്റെ പേരൊക്കെ ഒന്ന് വായിച്ചേ.
Then Tolkien, Charles, Vedavas, Ved Vyasa, she Valmiki, Kalidas, Leo Tolstoy, Mahatma Gandhi, Devesha, Sunil Gavaskar, Sunil Gavaskar, Suryadev, Sunil Gavasam, Charles Darwin, Charles Darwin, Rabindranath Tagore, Rabindranath Tagore, Arundhati Roy, and last Spencer Johnson. സോ നമുക്ക് നോക്കാം ഈ ബുക്കുകളൊക്കെ ആരെഴുതിയത്, ആരുടെ പുസ്തകങ്ങളാണ് എന്നാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ J.R.R. ടോൾകിയൻ, ആദ്യം കൊടുത്തിട്ടുള്ള ഓഥറിന്റെ പേര് J.R.R. ടോൾകിയൻ. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതില്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാം. അദ്ദേഹത്തിന്റെ ബുക്ക് ദ ലോർഡ് ഓഫ് ദ റിങ്സ്, ദ ലോർഡ് ഓഫ് ദ റിങ്സ് എന്നുള്ളത് അദ്ദേഹം എഴുതിയ ബുക്കാണ്. ദെൻ ബാക്കിയുള്ളതും ഇതും നിങ്ങൾ ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ ആരുടെയൊക്കെയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുറേ എണ്ണം ഉണ്ടാവും അല്ലേ. രാമായണം, മഹാഭാരതം, ദെൻ ഗീതാഞ്ജലി, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്. ഗീതാഞ്ജലി ഒക്കെ ആരുടേതാണെന്ന് അറിയാമോ? ഗീതാഞ്ജലി ഒക്കെ ഈസിയാണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗീതാഞ്ജലി. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയുടെ പുസ്തകമാണ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദെൻ രാമായണ ആരാണ്? വാൽമീകി, വാൽമീകി എഴുതിയതാണ് രാമായണം. ദെൻ മഹാഭാരതം അല്ലേ, മഹാഭാരതം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയ ആള്. വാൽമീകി രാമായണം, വാൽമീകി രാമായണം. ദെൻ വേദവ്യാസ മഹാഭാരതം, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ, ദെൻ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയ്. അപ്പോ ഓൺ എ വേൾഡ് ടൂർ സൂര്യദേവേ. ദെൻ ഏതൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഇത് രണ്ടും ചെയ്യാം, ഈസിയാണ്. ഇപ്പൊ കുറെ എണ്ണം എന്താണ് റീഡിംഗ് റൂം ഇപ്പൊ ഞാൻ പറഞ്ഞു. ദെൻ അതിന്റെ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഈസി ക്വസ്റ്റ്യൻസ്, ഈസി ആണ്, ഈസി കുറെ എണ്ണം നമുക്ക് അറിയുന്നതാണ്. ലിയോ ടോൾസ്റ്റോയ് ഒക്കെ എന്താണ് ഫേമസ് ആയിട്ടുള്ള ഓഥർ ആണ്. അദ്ദേഹത്തിന്റെ ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആൻഡ് റോമിയോ ആൻഡ് ജൂലിയറ്റ്, റോമിയോ ആൻഡ് ജൂലിയറ്റ് ഒക്കെ എന്താണ് മോളെ ദേവാഞ്ജന? എന്ത് മോളെ? ഹോംവർക്ക് ചെയ്തിട്ട് അയക്കണമെന്നാണോ? ഇന്ന് തന്നെ അയക്കണമെന്ന്? ദെൻ ഇന്ന് അല്ലെങ്കിൽ നാളെ പെട്ടെന്ന് തന്നെ ചെയ്ത് അയക്കുക എന്നുള്ളതാണ് കേട്ടോ മോളെ ദേവാഞ്ജന.